ഹായ്, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കാർബൺ ലേസറാണ്. അപ്പോൾ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിഗ്മെൻറ്റേഷനാണ് 10 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറഞ്ഞ് ഈ പിഗ്മെൻറ്റേഷൻ വന്നിട്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമായിട്ട് പോകത്തില്ല, 3 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഈ മാസം ഒന്ന് ചെയ്ത് പിന്നെ അടുത്ത മാസം പിന്നെ അതിൻ്റെ അടുത്ത മാസം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ മസ്റ്റാണ്. സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ നമ്മൾ പുറത്തിറങ്ങാനേ പാടില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കാർബൺ ലേസർ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. നമ്മളിപ്പോൾ കാർബൺ ലേസർ ചെയ്യാൻ പോവുകയാണേ. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ഒരു പാക്കാണ് അപ്ലൈ ചെയ്യുന്നത്. കാർബൺ പാക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പീൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പീല് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും പീല് ചെയ്യുമ്പം ഒരു പുക പോലെയാണ് പീല് പോകുന്നത്, കണ്ടോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ വിചാരിക്കും വേദനിക്കുമെന്ന്, പക്ഷേ വേദനിക്കത്തൊന്നുമില്ല. ഒരു ചെറിയ ചൂട് ഫീൽ ചെയ്യും, അത്രയേ ഉള്ളൂ. നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ചൂട്. അപ്പോൾ അതിനെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യും. ആ ഒരു ചൂടിന് വേണ്ടിയിട്ടാണ് ഒരു കൂളിംഗ് മാസ്ക്. എന്നിട്ട് എല്ലാം കഴിഞ്ഞുള്ള സ്കിന്നാണ്. അപ്പം 60% പിഗ്മെൻറ്റേഷൻ മാറിയിട്ടുണ്ട്. സ്കിന്ന് നല്ല സ്കിന്നായിട്ട് നമുക്ക് കാർബൺ ലേസർ ചെയ്ത് കണ്ടല്ലോ. ഇനി നമുക്ക് 10 ഇയർ ബാക്കുള്ള സ്കിന്നാണ് നമുക്ക് വരുന്നത്. നമുക്ക് ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്കിന്നായിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്നത്. നല്ലതാണ്. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിലും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ കാർബൺ ലേസർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുക കാർബൺ ലേസർ. അപ്പം നമ്മുടെ അടുത്താ ചെയ്യാൻ വരുന്നെങ്കിൽ എന്നെ നേരത്തെ ബുക്ക് ചെയ്യുക.